ടോപ്പ് ഫ്ലൈ ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയുടെ വമ്പൻ തിരിച്ചുവരവ്. 106 റൺസിൻ്റെ വിജയമാണ് ഇന്ത്യ നേടിയത്. 399 റൺസ് പിന്തുടർന്ന ഇംഗ്ലണ്ട് 292 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. തുടർച്ചയായ ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടമായി. പ്രമുഖ ബാറ്റ്സ്മാൻമാരുടെ ബാറ്റിൽ നിന്ന് മികച്ച പ്രകടനങ്ങൾ ആദ്യ ടെസ്റ്റിലെ പോലെ ഉണ്ടായില്ല. സാക്രൗളി മാത്രമാണ് ടോപ്പ് സ്കോറർ. അശ്വിനും ബൂംറയും 3 വിക്കറ്റ് വീതം നേടി. ഇതോടെ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര 1-1 എന്ന നിലയിലാണ്. അശ്വിൻ ഒരു വിക്കറ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ 500 വിക്കറ്റ് എന്ന നേട്ടത്തിലേക്ക് എത്തുമായിരുന്നു. ഹാർട്ട്ലിയുടെ വിക്കറ്റിലൂടെ 500 ക്ലബിലേക്ക് എത്തിയെങ്കിലും DRSൽ അത് ഔട്ടിൽ നിന്ന് വിധിക്കുകയായിരുന്നു. അശ്വിൻ്റെ 500 വിക്കറ്റ് പ്രകടനം എന്നത് നിർഭാഗ്യവശാൽ അടുത്ത ടെസ്റ്റിലേക്ക് കാത്തിരിക്കേണ്ടതായി വരും. അടുത്ത ടെസ്റ്റിൽ വിരാട് കോഹ്ലി കളിക്കുമോ എന്നുള്ളതിനെ പറ്റി ഒരു വിവരവും BCCI ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കോച്ച് രാഹുൽ ദ്രാവിഡിനോട് പ്രസ് കോൺഫറൻസിൽ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സെലക്ടേഴ്സ് അതിന് മറുപടി പറയുമെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു. ഇതിഹാസ താരം ഡിവില്ലിയേഴ്സ് പറഞ്ഞത് ഇങ്ങനെയാണ്: രണ്ടാം കുട്ടിയുടെ കാത്തിരിപ്പിലാണ് വിരാട് കോഹ്ലിയും അനുഷ്കയും. കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനാണ് ആദ്യ 2 ടെസ്റ്റിൽ നിന്നും താരം ഒഴിവായിട്ടുള്ളത്. കോഹ്ലി മടങ്ങി വരികയാണെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് കൂടുതൽ മെച്ചപ്പെടും. ശുഭ്മാൻ ഗില്ലിൻ്റെയും യശസ്വി ജയ്സ്വാളിൻ്റെയും മിന്നുന്ന സെഞ്ചുറി പ്രകടനങ്ങൾ ഒഴിച്ചാൽ ബാക്കി ബാറ്റ്സ്മാൻമാരുടെ ബാറ്റിൽ നിന്നും മികച്ച പ്രകടനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. ബാക്കി ബാറ്റ്സ്മാൻമാർ ഒന്നുകൂടി മികച്ച ഫോമിലേക്ക് മാറേണ്ടതുണ്ട്. രണ്ടാം ടെസ്റ്റിൽ ശ്രേയസ് അയ്യർ, മുകേഷ് കുമാർ, KS ഭരത് എന്നിവരുടെ പ്രകടനങ്ങൾ വിമർശനത്തിന് വഴിവെച്ചിരുന്നു. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.